പ്രൊജക്ടറാണ് ഇത്. ഇനി വേൾഡ് കപ്പ് ഒക്കെ വരല്ലേ, അപ്പോൾ നമുക്ക് പ്രൊജക്ടറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല ക്ലാരിറ്റിയാണ് ഈ കാണുന്നത്. 100 ഇഞ്ച് വരെ വരും അല്ലേ. എല്ലാവർക്കും നമസ്കാരം, സാറാണ്. ഫ്രണ്ട്സ്, വേൾഡ് കപ്പ് ഒക്കെ വരുമല്ലേ, അപ്പം എല്ലാവരും ഇപ്പം പ്രൊജക്ടറും ടി വി ഒക്കെ വാങ്ങുന്ന തിരക്കിലാണ്. അത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് കുറച്ച് പ്രൊജക്റ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞുതരാം. ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മോഡേൺ ഇലക്ട്രോണിക്സ്, നമ്മളെ കോഴിക്കോട് നടക്കാവ് മുക്കം ടയേഴ്സിന്റെ തൊട്ടടുത്തുള്ള ആ ബിൽഡിങ്ങിലാണ് ഇതാ ഈ മോഡേൺ ഇലക്ട്രോണിക്സ് എന്ന ഈ സ്ഥാപനം പഠിച്ചു ചേരുന്നത്. ഇവിടെ ഹോം അപ്ലയൻസ് മാത്രമല്ല, കാർ അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ടറാണ്. അപ്പൊ ഏറ്റവും വില കുറഞ്ഞ നല്ല ക്ലാരിറ്റി ഉള്ള ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രൊജക്ടർ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇവരോട് ചോദിച്ചു നോക്കാം. അപ്പൊ കണ്ണേട്ടാ, നമസ്കാരം. അപ്പൊ നമ്മള് രണ്ടാമത് വന്നു. വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, നമ്മൾ കുറച്ച് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകർ പരിചയപ്പെടുത്തി നോക്കാം. ടിവിയും എന്താ ഓഫർ എന്തൊക്കെ ഉണ്ടോ? ഓഫർ അന്നത്തെ ഓഫർ ഭയങ്കര നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. എല്ലാരും വിളിച്ചു, എല്ലാരും ചോദിച്ചു കഴിഞ്ഞ വീഡിയോ ഒക്കെ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പ്രൊജക്ടറുകൾ പരിചയപ്പെടുത്തി കൊടുക്കാം. പ്രൊജക്ടർ നമുക്ക് വാറണ്ടി ഉള്ളതുണ്ട്, വാറണ്ടി ഇല്ലാത്തതും വരുന്നുണ്ട്. സെബ്രോണിക്സ് എന്ന ബ്രാൻഡാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാണോ ഏറ്റവും കുറഞ്ഞ സെബ്രോണിക്സിന്റെ പ്രോജക്റ്റ് ആണ് ഇത്. പിക്സാർട്ട് എന്ന് പറഞ്ഞത് ലൂമിനൻസ് 800 ഇതാണ് വരുന്നത്. അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ഈ ലൂമിനൻസ് എന്ന് പറഞ്ഞത് ലൂമിനൻസ് ഓൺലൈനിൽ ഒരുപാട് പ്രൊജക്ടുകൾ വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൂമിനൻസ് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് പിക്ചറിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും സംബന്ധിക്കുന്ന രീതിയിൽ പറയുന്ന ഒരു ഇതാണ്. ലെൻസിന്റെ പവറും കാര്യങ്ങളൊക്കെ, ലാമ്പിന്റെ പവറും, അങ്ങനെ പല പല ഇതിൽ ഡിഫറൻസ് ചെയ്ത് പറയുന്നതാണ്. ഇത് കമ്പനി പറയുന്നത് 800 ലൂമിനൻസിനാണ് ഏറ്റവും ചെറിയ പ്രൊജക്ടർ വരുന്നത്. നമ്മളെ വീട്ടിലൊരു ജസ്റ്റ് ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ പറ്റും. ക്ലാരിറ്റിയിലുണ്ട്, യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് എന്തായിരുന്നു? ഇതൊരു 7 രൂപ മേളിൽ പ്രൈസ് വരുന്നതാണ്. 7,000 രൂപ. ഇത് ഫുൾ എച്ച്ഡി അല്ലേ? നോർമൽ ഫുൾ എച്ച്ഡി ആണ്. USB ഉണ്ട്, SD കാർഡ് ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്. പിന്നെ USB SD കാർഡാണ് മെയിനായിട്ട് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടിയ ഓരോ വേരിയന്റിൽ വരുമ്പോഴാണ് HDMI ഉണ്ടാവും, പിന്നെ VGA ഉണ്ടാവും, കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റും, പിന്നെ ഡോൾബി ഓഡിയോ വരുന്നതുകൊണ്ട്, പിന്നെ ആൻഡ്രോയിഡ് വരുന്നതുകൊണ്ട് ഒത്തിരി വേരിയന്റുകളുണ്ട്. ഇത് 800 ലൂമിനോസ് ആണ്. 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടി. ഇതിന്റെ അടുത്തത്, ഇതിന്റെ അടുത്ത നേരെ വന്നത് 2800 വരുന്നത്, 2000 വരുന്നുണ്ട്. 2000 ലൂമിനൻസ് ആണ്. ഇത് നമ്മള് വാറണ്ടി ഇല്ലാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന 2000 ലൂമിനൻസിൽ വരുന്നതാണ്. 2000 ലൂമിനൻസുകൾ. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത്? ഇതിൽ ഫീച്ചേഴ്സ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ VGA ഉണ്ട്, ഒരു പെൻഡ്രൈവ്, HDMI, മെമ്മറി കാർഡ്, AV ഇൻപുട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോൺ ഔട്ട് കൊടുക്കാൻ പറ്റും. ആണല്ലേ? ലോ ബഡ്ജറ്റ് ആണെന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല ക്ലാരിറ്റിയിൽ കൊടുക്കാൻ പറ്റും. ലോ ബഡ്ജറ്റിൽ നല്ല വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ 7000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വില ഉണ്ടാവും. ലെൻസ് എത്ര കാലാവധി? ഇത് 3000 വർക്കിംഗ് അവേഴ്സ് ആണ് പറയുന്നത്. 3000 മണിക്കൂർ വർക്ക് ചെയ്യും. ലെൻസ് നിലവിൽ ഇത് ഓൾറെഡി നമുക്ക് പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് 7000 രൂപേന്റെ 2000 ലൂമിനോസ് വരുന്നത്. കാരണം ഇതും 2000 ലൂമിനോസ് അല്ല, ഇത് 800 ലൂമിനോസ് ആണ്, ഇതിന് 7000 രൂപയാണ്. പക്ഷെ ഇതിന് വാറണ്ടി ഉണ്ട്, ഇതിന് വാറണ്ടി ഇല്ല. പക്ഷെ ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ഓൺ ആക്കി നോക്കാം അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത കുറച്ചും കൂടി വില കൂടിയത് വരാനാണ്. ഇതേതാണ്? LP2000 അല്ലേ? അതായത് 2000 ലൂമിനൻസിലാണ് LP2000 മോഡൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഫുൾ HD സപ്പോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നേരത്തെ അതിൽ പറഞ്ഞിട്ടുള്ള സെയിം ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതിൽ മിറർ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കമ്പനി പറയുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ മിറർ കാസ്റ്റ് ഉള്ളി, വൈഫൈ അല്ല, മിറർ കാസ്റ്റ് ഉള്ളി ആയിട്ട് നമുക്ക് മൊബൈലിലെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണാൻ പറ്റും. മൊബൈലിലെ വീഡിയോ നമുക്ക് സ്ക്രീനിലും കാണാൻ പറ്റും. അതായത് നമ്മൾ ടിവികളിലൊക്കെ ഉള്ളതാണ് മിറർ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഓരോ ടിവിയിലും ഓരോ രീതികളായിരിക്കും. മിറർ കാസ്റ്റ്, മിറർ ലിങ്ക്, പിന്നെ സാംസങ്ങിന്റെ ഒക്കെ മൊബൈലാണെങ്കിൽ സ്മാർട്ട് വ്യൂ, ഓരോരോ രീതിയിലൊക്കെ വരുന്നുണ്ട്. അതുകൂടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അത് ഇതിലുണ്ടോ? അത് ഇതിലില്ല. ഇതില് വൈഫൈ കണക്ഷൻ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും അത് അത്ര ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇതിൽ നല്ല പക്കയായിട്ട് കിട്ടും. ഇതിന് എന്ത് വില ഉണ്ട്? ഇതാണ് 10 രൂപ പ്ലസ് പുറത്തു കിട്ടും. 10,000 രൂപ. 2000 ലൂമിനോസ് അല്ലേ? ഇത് വാറണ്ടി ഇല്ലേ? ഇത് 1 ഇയർ വാറണ്ടി. സെബ്രോണിക്സിന്റെ പ്രോഡക്റ്റ് എല്ലാം 1 ഇയർ വാറണ്ടി. അത് ഫുൾ എച്ച്ഡി കേട്ടോ. അത് 1080 ആണ്. 381 സെന്റിമീറ്റർ ആണ് ഇവര് സൈസ് പറയുന്നത്. 381 സെന്റിമീറ്റർ വരെ സൈസ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേത് ഇതൊക്കെ 100 ആണ് അതിന്റെ വരുന്നത്. 2000 ലൂമിനൻസ്, അത് സെയിം ലൂമിനൻസ് തന്നെ വരുന്നത്.
അല്ല അതിന്റെ സെന്റിമീറ്റർ സ്ക്രീൻ സെന്റിമീറ്റർ അത് 100 ഇഞ്ച് 100 വരുന്നത്. പക്ഷെ ഈ 10,000 രൂപേണ്ടത് 381 സെന്റിമീറ്റർ ഫുൾ ക്ലാരിറ്റിയിൽ കമ്പനി പറയുന്നുണ്ട്. എന്തായാലും ഒരു 100 ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടും. കുഴപ്പമൊന്നുമില്ല. അതിനേക്കാളും LP2800 അതായത് 2800 ലൂമിനസ് 2800 ലൂമിനസ് വരുന്ന കുറച്ചുകൂടിയൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ? ഫീച്ചേഴ്സ് മറ്റേ സെയിം തന്നെ ആണല്ലേ. ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇത് 305 സെന്റിമീറ്റർ സ്ക്രീൻ വരും. ഓക്കെ. അതാ പിന്നെ ഡോൾബി ഓഡിയോ വരുന്നതാണ് പിക്സാർ 12 എന്ന് പറയുന്നത്. ഡോൾബി ഓഡിയോ വരുന്നത് അത് 3000 ലൂമിനസ് ആയിരിക്കും. 3000 ലൂമിനസ്. അത് 508 സെന്റിമീറ്റർ ആണ് സ്ക്രീൻ സൈസ്. 508 സെന്റിമീറ്റർ. അപ്പൊ ഒരു ഹോം തിയേറ്റർ ആയിട്ട് തന്നെ വീട്ടിൽ ഉപയോഗിക്കാം. നല്ല വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ. ഇത് എന്താ വില വരുന്നത്? ഇതിന്റെ പ്രൈസ് വേരിയബിൾ ആണ്, മരുന്നനുസരിച്ചിരിക്കും. ഇപ്പൊ നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഇപ്പൊ ഈ ഒരു പീസേ ഉള്ളു. അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും. ഇപ്പൊ എന്താ വില വരുന്നുണ്ട്? ഇപ്പൊ 13,000 റേഞ്ച്. 13,000 രൂപ അല്ലെ? 13,000 രൂപ റേഞ്ചിലാണ് ഇത്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യില്ല? ഫുൾ എച്ച് ഡി സപ്പോർട്ട് ചെയ്യും. 3000 ലൂമിനോസ് ഉണ്ട്. പിന്നെ 508 സെന്റിമീറ്റർ സ്ക്രീനിൽ നമുക്ക് ഇത് കാണാം. ഫുൾ എച്ച് ഡി ആണ് അല്ലെ? ഓക്കെ. VGA ഉണ്ട്. 30,000 ലൈഫ് ലോങ് ആണ്. ലാമ്പിന്റെ LED മറ്റേതൊക്കെ 3000 ഉള്ളൂ. ഇത് 30,000 ലാമ്പിന്റെ കാലാവധി ഉണ്ട്. 4,000 ലൂമിനോസ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് പിന്നെ മാക്സിമം പിന്നെ 50,000 വർക്കിംഗ് അവേഴ്സ് ആണ് ലാമ്പിന് ലൈഫ് പറയുന്നത്. 50,000. ഓക്കെ. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് 2 HDMI ഉണ്ട്, VGA ഉണ്ട്, ഓഡിയോ ഔട്ട്, ഓഡിയോ ഇന്നി, പിന്നെ 2 പെൻഡ്രൈവ് കുത്താം. ആണല്ലേ? ഓക്കെ. 2 പെൻഡ്രൈവ് കുത്താം അല്ലേ? 2 പെൻഡ്രൈവ് കുത്താം. ഓക്കെ. ഇത് വാറണ്ടി ഇല്ല അല്ലേ? 1 ഇയർ വാറണ്ടി ഉണ്ട്. സെബ്രോണിക്സ് 1 ഇയർ വാറണ്ടി ഉണ്ട്. എന്താ വില വരുന്നതിന്? ഇത് പിന്നെ വേരിയബിൾ ആയിരിക്കും വില വരുന്നത്. അതിൽ മാക്സിമം 27,000 നമ്മൾ 27,000 വരും അല്ലേ? ഇതാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഒന്നും നോക്കേണ്ട കാര്യമുള്ള ഫുള്ളി എല്ലാം ഓക്കെയാണ്, പക്കായിരിക്കും. പിന്നെ MRP വരുന്നത് 49,999 രൂപയാണ്. 49,000 MRP വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് സെബ്രോണിക്സിന്റെ ഏറ്റവും വില കൂടിയ സാധനം. ഇത് കുറച്ച് ഹെവി സാധനമാണ്. മിക്സൺ അല്ലേ? ഇത് വലിയ ലാമ്പ് ഒക്കെ ആണല്ലോ. ആണല്ലേ? ഇതെങ്ങനെ ക്ലാരിറ്റി? നല്ല ക്ലാരിറ്റിയാ. ആണല്ലേ? 3000 ലൂമിനസ് വരുന്നത്. 3000 ലൂമിനസ്. ഓക്കെ. എന്താ റേറ്റ് വരുന്നത്? ഇത് 17,500 17,500 വരും അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്. എത്ര ബ്രാൻഡിന്റെ പ്രൊജക്ടർ ഉണ്ട് അവിടെ? മിക്സൺ ഉണ്ട്, സെബ്രാൻസ് ഉണ്ട്, പിന്നെ നോർമലി ലോ ബഡ്ജറ്റ്. അതിൽ വാറണ്ടി ഉള്ളതുകൊണ്ട് വാറണ്ടി ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. മാത്രമല്ല അവിടെ TV ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് TV ഇല്ലേ? എത്ര ഇഞ്ച് വരെയുള്ള ഉണ്ട് അവിടെ? 55 ഇഞ്ച് വരെ TV ഉള്ളതാണ്. 55 ഇഞ്ച് വരെയുള്ള TV ഉണ്ട് അല്ലേ? ക്ലിമോർ എന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. വില കുറവാണോ? ജസ്റ്റ് കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചാണ് കാറിന്റെ എല്ലാ ആക്സസറീസും ഉണ്ട് ഇവിടെ. സ്പീക്കേഴ്സ് ഉണ്ട്. ഇത് നമ്മളെ ഇതില്ല റിവേഴ്സ് സെൻസർ, ബൂഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. വീഡിയോ എടുത്ത് ഇങ്ങോട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ആൾക്കാർ പ്രൊജക്ടർ നോക്കാൻ വന്നത്. നോക്കിയോ? നോക്കി. ഏതാ സെലക്ട് ചെയ്തത്? ഞങ്ങള് മിഡ്സെന്റ് അല്ലേ? ഇതാണ് അല്ലേ? വേൾഡ് കപ്പ് പ്രമാണിച്ചിട്ട് അവിടെ വലിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ? മാനാരി തന്നെയാണ്. നമ്മൾ ബ്ലാക്ക് കാറ്റ്സ് മാനാരി നമ്മളൊരു ക്ലബ്ബ് ചെയ്യുന്ന ഒരു നമ്മുടെ നാട്ടിൽ വേണ്ടിയിട്ട് ഒരു എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇത്. അതിന് വേണ്ടിയിട്ട് പ്രൊജക്ടർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആണല്ലേ? കുറേ പ്രൊജക്ടർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഫൈനൽ ചെയ്തിട്ടുള്ളത്. അതെ. പിന്നെ ബ്രസീലോ? നമ്മൾ അർജന്റീന. കാർ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ 9 ഇഞ്ച്, 7 ഇഞ്ച്, 10 ഇഞ്ച് ഉണ്ടോ? 10 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം 3-4 ബ്രാൻഡിന്റെ പ്രൊജക്ടറുകൾ ഇവിടെ കാണിച്ചു തന്നു, നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഓൺലൈനിലൊക്കെ ഒരുപാട് പ്രൊജക്ടറുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിലും അതിന്റെ ലൂമിനോസ് ചെക്ക് ചെയ്യണം. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. കാരണം ഞാൻ പണ്ടൊരു പ്രൊജക്ടർ വാങ്ങിയിട്ട് എത്ര 3,000-4,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു, ഒരു മങ്ങിയിലായിരുന്നു കണ്ടത്. ആ ലൂമിനോസ് 300-400 ഒക്കെ ഉള്ളായിരുന്നു. അപ്പൊ മിനിമം ഒരു 1000-ന്റെ മുകളിലുള്ള ലൂമിനോസ് അല്ലേ? 800 അതിന് മുകളിലേക്കുള്ള ലൂമിനോസ് കൂടുന്നതനുസരിച്ച് ക്ലാരിറ്റി കൂടും. അപ്പൊ നമുക്കിത് അവിടെ 2000 ലൂമിനോസ് ഉള്ള സാധനം ഉണ്ട്. ഇത് 2000 ലൂമിനോസ് അല്ല?
ഇനിയിപ്പോൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ ലൂമിനോസ് 800 മുകളിലേക്ക് ഉള്ളത് നോക്കിയാൽ മതി. ഇവിടെ തന്നെ എടുക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. 1 year വാറന്റി ഉള്ളതുകൊണ്ട് അല്ലേ, വിത്തൗട്ട് വാറന്റി ഉള്ളതുകൊണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ജസ്റ്റ് ഇവിടെ വന്ന് നോക്കൂ. വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.